നമസ്കാരം. നമ്മൾ ഇന്നുള്ളതേ ഇവിടെ തൃശ്ശൂർ ചൂണ്ടൽ കേച്ചേരിക്ക് അടുത്തുള്ള ചൂണ്ടൽ ഭാഗത്താണുള്ളത്. ഈ കാണുന്ന വീട് 2500 സ്ക്വയർ ഫീറ്റ് ആണ്. ഈ വീടിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നിന്ന് ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു സ്ഥലത്തു നിന്ന് ഈ ഒരു വീട് നിൽക്കുന്ന ആ വീടിൻ്റെ ബാക്ക് സൈഡ് അറ്റം വരെ കാണുന്നത് ഒരു ഇറക്കാണ്. ഇങ്ങനെ കംപ്ലീറ്റ് ഒരു ഇറക്കാണ്. അപ്പോൾ ഈ വീട് അവർ നിർമ്മിച്ചിരിക്കുന്നത് 2 തട്ടായിട്ടാണ്. പ്ലോട്ടിൻ്റെ ലെവൽ അനുസരിച്ചിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളും എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഈ വീടിൻ്റെ പ്ലാൻ നമ്മൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് അയച്ചു തരും. ഓക്കെ, അപ്പോൾ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കോസ്ഫോർഡ് എന്ന് പറഞ്ഞ സംഘടനയാണ്. ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ശാന്തിലാൽ സാറാണ്. 2500 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 12 സെൻറ്റ് പ്ലോട്ടാണ്. നവംബർ 2023 ഈ വീട് ഹൗസ് വാമിംഗ് കഴിഞ്ഞിരിക്കുന്നത്. വീടിൻ്റെ ബഡ്ജറ്റ് വരുന്നത് വീടിന് മാത്രം 38 ലക്ഷം രൂപയാണ് വീടിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരുന്നത്. ഫിനിഷിങ് അതിൽ ഇൻറ്റീരിയർ ഫർണിച്ചറൊക്കെ കൂടിയിട്ട് ടോട്ടൽ 46 ലക്ഷം രൂപയാണ് വരുന്നത്. ഷൈജു സിനി ദമ്പതികളുടെയാണ് ഈ വീട്. മുറ്റത്തൊക്കെ കട്ട വിരിച്ചിട്ട് വീടിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ ചെങ്കല്ലിൽ പോളിഷിങ് ചെയ്തിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കോസ്ഫോർഡ് സംഘടനയുടെ എല്ലാ വീടുകളും ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിൽ വുഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഹോം ടൂർ നമ്മൾ കാണിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കോർണർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അത് വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് നമ്മുടെ ഓട് മേഞ്ഞൊരു വീടാണ്. അപ്പോൾ ഈ ഓട് മേഞ്ഞ് 2 ലെയറായിട്ടാണ് ഓട് മേഞ്ഞിരിക്കുന്നത്. മേലെ ഭാഗത്ത് മുകളിലെ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഓടും, ഉള്ളിലത്തെ ഭാഗത്ത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഓടുമാണ് മേഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തുള്ള വിൻഡോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കോർണർ വിൻഡോ കൊടുത്തിട്ടുണ്ട്, ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതൊക്കെയാണ് ഇതിൻ്റെ ഹൈലൈറ്റുകൾ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വണ്ടി വെക്കാനും എല്ലാ സൗകര്യത്തിനും വേണ്ടിയിട്ട് ഒരു പോർച്ച് എന്നുള്ള രീതിയിലുള്ള ഒരു സ്ലോപ്പ് റൂഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4 പാളി അതേപോലെ 2 പാളി വിൻഡോസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു വരാന്തി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഈ സിറ്റ് ഔട്ടിൽ ഇടത്തെ സൈഡിൽ ഒരു ചെറിയൊരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ടൈലാണ് കൂടുതൽ ഈ ഒരു വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റുള്ള വീടുകളിലൊക്കെ നമ്മൾ ആത്തം കൂടി കണ്ടിരിക്കുന്നത് ഈ ഒരു വീട്ടിൽ ടൈലാണ് അവർ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ വലത്ത് സൈഡിലായിട്ടാണ് ലിവിങ് വരുന്നത്. ലിവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോഡേൺ രീതിയിലുള്ള സെറ്റോ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല. ഈ ഒരു ബെഞ്ച് പോലുള്ള ഒരു രീതിയിൽ കോർണർ എൽ ഷേപ്പിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പുറമെ കണ്ടിട്ടുള്ള ഒരു ബേ വിൻഡോ ഇവിടെ സെറ്റ് ചെയ്തിട്ട് അതും ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫോർമൽ ലിവിങ്ങിൽ ഡബിൾ ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കണ്ടിട്ടുള്ള സ്ലോ പ്രൂഫാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ വീടിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നടുമുറ്റം കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള വെളിച്ചം, അതേപോലെ മഴ പെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വെള്ളമൊക്കെ ഉള്ളിലേക്ക് വരാവുന്ന രീതിയിലും, അതുപോലെ തന്നെ 4 പില്ലർ കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റുപുറം ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പിലാണ് ഈ ഒരു നടുമുറ്റം അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫോർമൽ ലിവിങ് കഴിഞ്ഞാൽ പിന്നെ ഒറ്റൊരു വലിയൊരു ഹാളാണ്. ഈ ഹാളിൽ ഈ ഒരു പോർഷനായിട്ടാണ് നമുക്ക് ഡൈനിങ് സ്പേസ് വരുന്നത്. അവിടെ ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു സിറ്റിംഗ് കപ്പാസിറ്റി അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സൈഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെഞ്ച് പോലെയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലാണ് ഒരു 5 ചെയർ അവർ വേറെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിച്ചൺ വരുന്നത്. അത് നല്ല സൗകര്യമുള്ള ഒരു കിച്ചൺ. അതിൽ ഈ ഒരു ഭാഗത്തായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു കിച്ചണാണ്. അതിൻ്റെ കളർ തീമാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ വെനീഷ്യൻ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അലുമിനിയത്തിൻ്റെ ഡോറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹോബ്, ചിമ്മിണി, മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു എല്ലാ സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഒരു കിച്ചൺ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളും ഇവിടെയും വരുന്നുണ്ട്, ഈ ഒരു സൈഡിലായിട്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ ഒരു കാര്യമാണ് ഇനി നമ്മൾ കിടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലോട്ട് ഇപ്പോൾ ഈ ഒരു ലെവൽ വരെ നമുക്ക് ഒരൊറ്റ സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ ശരിക്കും ഒരു 3 അടി താഴ്ചയിലാണ് ഈ ശരിക്കും അടുത്ത സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ വയസ്സായിട്ടുള്ള ഒരു അമ്മ ഉണ്ട്. ആ അമ്മയ്ക്ക് ഇറങ്ങാനുള്ള ഒരു സൗകര്യം കൊണ്ടാണ് ഈ ഒരു സ്ലോപ്പിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്രിപ്പ് കിട്ടാനായിട്ട് മാറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ലോപ്പ് ഇറങ്ങിയിട്ടാണ് നമുക്ക് 2 ബെഡ്റൂം ഇവിടെ വരുന്നത്. ഈ ഒരു ഭാഗത്ത് വാഷ് ബേസിൻ യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. നല്ല സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ്. ഓരോ ഏരിയയിലേക്കും ഓരോ കളർ തീമാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡാർക്ക് ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലാണ് ഈ ഒരു
ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ്സൊക്കെ വൈറ്റ് തീമിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിങ് ഏരിയയും അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബെഡ്റൂം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടി ഒന്ന് സ്ലോപ്പായിട്ട് വീണ്ടും പോയിട്ടാണ് പിന്നെ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് വരുന്നത്. അതൊരു ജസ്റ്റ് ഒരു പാസേജ് പോലെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. പിന്നെ നേരെ കാണുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റഡി ഏരിയയാണ് ഇവിടെ കാണുന്നത്. കമ്പ്യൂട്ടറും കാര്യങ്ങളും സ്റ്റഡിക്കുള്ള ഒരു ഏരിയ. പിന്നെ ഈ ഒരു ഭാഗത്ത് സെക്കൻഡ് ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇതൊരു യെല്ലോ ഗ്രേ തീമിലാണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ രീതിയിൽ തന്നെ ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്, വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയയും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗം ഈ ഒരു പോർഷൻ നമ്മൾ അതിൽ അവർ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് അത് ചെങ്കല്ല് പോളിഷ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൽ പ്ലാസ്റ്ററിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. മറ്റുള്ള ഭാഗങ്ങൾ മാത്രമാണ് പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് ഇനി നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ഈ ഒരു സ്റ്റെപ്പ്, ഈ ഒരു ഹാൻഡ് റെയിൽ, സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് എംഎസിൻ്റെ സ്ട്രക്ചറിൽ വുഡിൻ്റെ പലകയാണ് ഇതിൻ്റെ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു അപ്പർ ലിവിങ് വരുന്നുണ്ട്. നല്ല വിശാലമായിട്ട് വലിയൊരു ലിവിങ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ബേ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് നല്ലൊരു സൗകര്യത്തോട് കൂടിയിട്ട് കിടക്കാനോ അല്ലെങ്കിൽ അയൺ ചെയ്യാനോ മറ്റുള്ള എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സ്പേസാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ശരിക്കും 2 ബെഡ്റൂം ആയിരുന്നു ഉള്ളത്. ഇപ്പോൾ ഈ കണ്ട അപ്പർ ലിവിങ് ശരിക്കും ഒരു ബെഡ്റൂം ആയിരുന്നു. അത് ഒരു ബെഡ്റൂം ആക്കാണ്ട് അത് ഓപ്പൺ സ്പേസ് ആക്കിയിട്ട് ഇട്ടു. പിന്നെ അതിൽ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നല്ലപോലെ ചൂട് ഇവിടെ കുറവുണ്ട്. അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. വന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് കോട്ട് കൊടുത്തിട്ടുണ്ട്, വാർഡ്രോബ്സും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്, ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു നടുമുറ്റത്ത് ഉള്ള ഒരു സെറ്റപ്പാണ്. അത് നമുക്ക് അപ്പർ ലിവിംഗിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഹോളാണ് ആ വാളിൽ കൊടുത്തിരിക്കുന്നത്. അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾസ്. അത് നമുക്ക് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ 2 ലിവിങ് വരുന്നുണ്ട്. ഒരു ലിവിങ് നമ്മൾ നേരത്തെ കാണിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ലിവിംഗ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അതും ഒരു 4 സ്റ്റെപ്പ് കയറിയതിന് ശേഷമാണ് ഈ ഒരു ലിവിങ് വരുന്നത്. ഇവിടെ അത്യാവശ്യം നല്ലൊരു വലിയൊരു അപ്പർ ലിവിംഗ് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. ടോട്ടൽ 2500 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ചൂണ്ടൽ കേച്ചേരിക്കടുത്തുള്ള വീടാണ്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കോസ്ഫോർഡ് എന്ന് പറഞ്ഞ സംഘടനയാണ്. ആ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ശാന്തിലാൽ സാറാണ്. അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ നമ്മളിതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ വീടുകൾ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റായിട്ട് ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ ഈ വീടിന് ചിലവായിരിക്കുന്നത് 38 ലക്ഷം രൂപയാണ് കോസ്ഫോർഡ് സംഘടനയ്ക്ക് ചിലവായിരിക്കുന്നത് അവർക്ക്. പിന്നെ ഈ ഒരു വീടിൻ്റെ ഫുൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 46 ലക്ഷം രൂപയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്. ഓക്കെ, താങ്ക് യു.